ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് ട്രേഡിംഗ് പ്രൊഫൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കറ്റിൽ ചെറുതായിട്ടുള്ള ഒരു പാനിക് സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പോൾ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഒരു ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോകാം. ആദ്യമായിട്ട് തന്നെ നിഫ്റ്റി ഒന്ന് നോക്കാം. നിഫ്റ്റി ഇപ്പോൾ അതായത് നവംബർ 15 ആയിരിക്കുന്ന ഈ സമയത്ത് നിഫ്റ്റിയുടെ ഹൈയിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 10% നിഫ്റ്റി ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു കറക്ഷൻ ഒരു ഫേസിലേക്ക്, അതായത് മാർക്കറ്റ് ഒരു കറക്ഷൻ ഫേസിലേക്ക് ഇപ്പോൾ എൻ്റർ ആയിരിക്കുകയാണ്. ഒരു 10% താഴെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് കറക്ഷൻ ഫേസിലേക്ക് എൻ്റർ ആയിട്ടുണ്ട് എന്നാണ്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും നിയർലി ഒരു 8% ഇപ്പോൾ ടോപ്പിൽ നിന്നും ഡൗൺ ആയിട്ടുണ്ട്. സെയിം പോലെ സെൻസെക്സ് നോക്കുമ്പോൾ സെൻസെക്സും ഓൾമോസ്റ്റ് 10% ടോപ്പിൽ നിന്നും ഡൗൺ ആയിട്ടുണ്ട്. സോ ഏകദേശം എല്ലാ ഇൻഡെക്സുകളും ഒരു കറക്ഷൻ ഫേസിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കറക്ഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ നമുക്കതിനുള്ള ഇൻഫോർമേഷൻസ് എല്ലാം മാർക്കറ്റ് പ്രൊഫൈലിൽ കൃത്യമായിട്ട് ഇമോഷൻസ് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു ടൈം മുതൽ തന്നെയാണ് മാർക്കറ്റ് പ്രൊഫൈലിൽ കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് തന്നതും അതോടൊപ്പം തന്നെ NSE എന്നുള്ള ഡാറ്റയും നോക്കുമ്പോഴേക്കും കൃത്യമായിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ടായിരുന്നു. മാർക്കറ്റ് ഒരു ഫോൾ സ്റ്റേജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കറക്ഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 10%-എങ്കിലും അടുത്തെത്തി അവിടുന്ന് വീണ്ടും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കറക്ഷൻ ഫേസിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു. ആ ഒരു കറക്ഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ, അതായത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ടെലഗ്രാം ചാനലിൽ, ആരും സ്റ്റോക്കുകളൊന്നും ബൈ ചെയ്യാൻ പോകരുത്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന അവരവരുടെ പോർട്ട്ഫോളിയോസ് ആവറേജ് ചെയ്യാനോ ഒന്നിനും നിൽക്കരുത് എന്നുള്ളത്. കാരണം മാർക്കറ്റ് എവിടെയാണ് ഡിപ്പ് എടുക്കാൻ പോണെന്നുള്ളത് കൃത്യമായിട്ട് ആർക്കും പറയാൻ സാധിക്കില്ല. സോ എല്ലാവരും ഡിപ്പ് എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് 24,000 സപ്പോർട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ ആവറേജ് ചെയ്യുകയോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാൻ പുതിയ സ്റ്റോക്കുകൾ ആഡ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഇൻഫോർമേഷൻസ് ആയിരുന്നു എല്ലാവരും കൊടുത്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് പോലും ഒക്ടോബർ 27 ആയപ്പോൾ മുതൽ തന്നെ ഞാൻ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ആവറേജ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ സ്റ്റോക്കുകൾ ആഡ് ചെയ്യാനോ ടൈം ആയിട്ടില്ല എന്നുള്ളത്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ, അതായത് സ്റ്റോക്ക് ട്രേഡിംഗ് പ്രൊഫൈലിലെ ടെലഗ്രാം ചാനലിൽ അത് കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഒക്ടോബർ 27 കൃത്യമായിട്ട് പറയണ്ടായിരുന്നു, ഡിപ്പ് ഓൺ ബൈ എന്നുള്ള ഒരു സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കരുത്. ഡിപ്പ് എവിടെയാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല. ആ ഡിപ്പ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ആവറേജിങ്ങോ പുതിയ സ്റ്റോക്കുകൾ ആഡ് ചെയ്യാനോ പറ്റുള്ളൂ. സോ ഡിപ്പ് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ഫോൾ ചെയ്ത് ഇറങ്ങുമ്പോൾ തന്നെ ഓക്കെ, ഇവിടെ മാർക്കറ്റ് ഫോൾ ആയിട്ടുണ്ട്, ഇനി നമുക്ക് ഡിപ്പ് എടുത്തിട്ടുണ്ട്, ഇനി ഇവിടുന്ന് ബൈ ചെയ്യാം അല്ലെങ്കിൽ ആവറേജ് ചെയ്യാം, ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കരുത് എന്ന് നവംബർ 27, അതായത് മാർക്കറ്റ് ഈ ഒരു സ്റ്റേജിൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ 24,000 മുകളിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യരുത്, സമയമായിട്ടില്ല. എന്നിരുന്നാലും പല ഗ്രൂപ്പുകളിലും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു ടൈം, അതായത് നവംബർ 5 ആയപ്പോഴേക്കും ഓക്കെ, മാർക്കറ്റ് ഡിപ്പ് എടുത്തു, ഇനി റാലിയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് എഗെയിൻ ഞാൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ടെലഗ്രാമിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിപ്പ് എടുത്തിട്ടില്ല, സമയം ആവണേ ഉള്ളൂ, ആയിട്ടില്ല എന്നുള്ളത്. നവംബർ 1 എഗെയിൻ ഞാൻ ഫൈനൽ റിമൈൻഡർ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കുള്ള സിനാരിയോസ് വീണ്ടും കാണിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് റിമൈൻഡർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ എഗെയിൻ മൂന്നാമത് ഞാൻ ഒന്നും കൂടി ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻഫോം ചെയ്ത ഡേറ്റ് എന്ന് പറയണത്, ഞാനൊന്ന് നോക്കട്ടെ, ഓക്കെ, നവംബർ 1 ഞാൻ ലാസ്റ്റ് ഫൈനൽ റിമൈൻഡർ എന്ന് പറഞ്ഞിട്ടേക്കണത്. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ വീണ്ടും റിമൈൻഡർ ഞാൻ കൊടുത്തിരുന്നത് ഒക്ടോബർ 31 ഒക്ടോബർ 31 എന്ന് പറയുമ്പോഴേക്കും അഗെയിൻ മാർക്കറ്റ് ഒരു ഡിപ്പ് എടുത്ത് അപ്പ് സൈഡിലേക്ക് പോകും എന്നുള്ളൊരു സിനാരിയോസ് കാണിക്കുന്ന സമയത്തായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അതിനുശേഷം ഞാൻ വീണ്ടും ഈ ഒരു 24,000 സപ്പോർട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞു, മാർക്കറ്റ് ഡിപ്പ് എടുത്തിട്ടില്ല, മാർക്കറ്റ് അഗെയിൻ ഫോൾ ആകും. സോ ആരും ആവറേജ് ചെയ്യരുത്, പുതിയ സ്റ്റോക്കുകൾ ആഡ് ചെയ്യരുത്. കാരണം കൃത്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, NSE എന്നുള്ള ഡാറ്റ കൃത്യമായിട്ട് വരുന്നുണ്ടായിരുന്നു. മാർക്കറ്റ് അഗെയിൻ ഫോളിംഗ് സ്റ്റേജിലേക്കാണ്. സോ കറക്ഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പുതിയ പോർട്ട്ഫോളിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എവിടെയാണ് ഡിപ്പ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം മാർക്കറ്റ് ഫോൾ ചെയ്ത് വരുമ്പോൾ 10%-ലാണോ 15%-ലാണോ അതോ 20%-ലാണോ മാർക്കറ്റ് ഡിപ്പ് എടുക്കാൻ പോകുന്നുള്ളത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.
സോ ഡിപ്പ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിനനുസരിച്ചിട്ടുള്ള ഡാറ്റ വന്നെങ്കിൽ മാത്രമേ നമ്മൾ അഗെയിൻ പോർട്ട്ഫോളിയോസ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആവറേജ് ചെയ്യാനോ പാടുള്ളൂ. ഇത് ഞാൻ കൃത്യമായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇൻഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ആരും ആവറേജ് ചെയ്യാനോ പുതിയ സ്റ്റോക്കുകൾ ബൈ ചെയ്യാനോ ശ്രമിക്കരുത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, നിഫ്റ്റി ഓൾമോസ്റ്റ് ഇന്നത്തെ ഒരു ഡേറ്റ് വെച്ച് നോക്കുമ്പോഴേക്കും നിഫ്റ്റി 10% ഫോൾ ആയി കഴിഞ്ഞു. സെൻസെക്സും 10% ഫോൾ ആയിട്ടുണ്ട്. മിഡ് ക്യാപ്പ് 12% ഫോൾ ആയിട്ടുണ്ട്. സ്മോൾ ക്യാപ്പ് 11% ഫോൾ ആയിട്ടുണ്ട്. അതേപോലെ ഓരോ സെക്ടർ ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ സെക്ടറും ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് ഏറ്റവും കൂടുതൽ ഫോൾ ആയിരിക്കുന്നത്. 20% ഫോൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ PSU ബാങ്കും 19% ഫോൾ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സെക്ടറുകളും ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഫോൾ ആയിരിക്കുകയാണ്. എല്ലാവരുടെ പോർട്ട്ഫോളിയോസും ഇപ്പോൾ ഒരു നല്ല രീതിയിൽ റെഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ ആ റെഡ് ആയിട്ടിരിക്കുന്ന പോർട്ട്ഫോളിയോസ് ഒന്നും ഇപ്പോൾ സ്കോർ ഓഫ് ചെയ്യാനോ ഒന്നിനും പോകരുത്. കാരണം ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങുക പറയുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ മണ്ടത്തരം. മാർക്കറ്റ് ഫോൾ ചെയ്യും, കറക്ഷൻ വരും. കറക്ഷൻ വന്നതിന് ശേഷം വീണ്ടും മാർക്കറ്റ് റാലി സംഭവിക്കും. സോ അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നേ പറ്റത്തുള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് എല്ലാവരും അവരുടെ പോർട്ട്ഫോളിയോസ് റെഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് സ്കോർ ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്യാനോ ചെയ്യരുത്. ആവറേജ് ചെയ്യാനുള്ള സമയമാകുമ്പോൾ മാത്രമേ ആവറേജ് ചെയ്യാനും പാടുള്ളൂ. വെറുതെ എവിടെയെങ്കിലും പോയിട്ട് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുക്കും, ഒരു 24,000 റൗണ്ട് ഫിഗർ നമ്പർ അല്ലേ, സോ അവിടെ സപ്പോർട്ട് എടുക്കും. അവിടെ ഒരു ചെറിയൊരു ബുള്ളിഷ് പാറ്റേൺ അങ്ങനെ എന്തെങ്കിലും കാണുമ്പോഴേക്കും ഓക്കെ മാർക്കറ്റ് ഇപ്പോൾ സപ്പോർട്ട് എടുത്തു, ഡിപ്പ് എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ആവറേജ് ചെയ്യാനോ പോകരുത്. ഡാറ്റ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഡാറ്റയും കൂടി നോക്കിയിട്ട് മാത്രമേ, അതേപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഇമോഷൻ അറിയണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൊഫൈൽ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും മാർക്കറ്റിൻ്റെ ഇമോഷൻ എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പം ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലിലാണ് വന്ന് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഡാറ്റ വെച്ച് നോക്കുമ്പോഴേക്കും ഇത് ഇനിയും കുറച്ചും കൂടി ഫോൾ ചെയ്യാനുണ്ട്. സോ ഈ 10% അല്ലെങ്കിൽ 8% to 10% ഇരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ ഇനിയും കാണുന്നത്. സോ അതിനുശേഷം മാർക്കറ്റ് എവിടെയാണ് പോയി സപ്പോർട്ട് എടുക്കുക അല്ലെങ്കിൽ എവിടെയാണ് പോയി ഡിപ്പ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വരുന്ന ദിവസങ്ങളിലെ ഡാറ്റ മുഴുവൻ വെച്ച് നോക്കിയിട്ട് മാത്രമേ അതിൻ്റെ ഒരു സിനാരിയോസും കണ്ടാൽ മാത്രമേ, ഇമോഷൻസ് കണ്ടാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. സെൻസെക്സും അതേപോലെ തന്നെ ഒരു 10% താഴേക്ക് ഫോൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. സോ മാർക്കറ്റ് ഓൾമോസ്റ്റ് എല്ലാ സെക്ടറുകളും ഇൻഡെക്സ് ഉൾപ്പെടെ എല്ലാം ഒരു കറക്ഷൻ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കറക്ഷൻ കഴിയുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡെയിലി വരുന്ന അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ലെവൽസ്, ഓരോ ഇൻട്രാഡേ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഏത് ലെവൽസിലായിരിക്കും മാർക്കറ്റ് ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇൻഫോം ചെയ്യുന്നുണ്ട്. ഇന്നലെ സ്പെഷ്യലി ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാങ്ക് നിഫ്റ്റി 50,030 50,000 ആ റേഞ്ചിൽ മാർക്കറ്റ് വന്ന് ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഫ്യൂച്ചറിൻ്റെ വാല്യൂ ആണ് ഞാൻ പറയുന്നത്, ഇൻഡെക്സ് അല്ല. ഫ്യൂച്ചർ ബാങ്ക് നിഫ്റ്റി 50,030 50,000 റേഞ്ചിൽ വന്നിട്ട് മാർക്കറ്റ് നിൽക്കും, സപ്പോർട്ട് എടുക്കുന്ന ഫീൽ നമുക്ക് ഉണ്ടാക്കും. സോ അവിടെ നമ്മൾ കോഷ്യസ് ആയിട്ട് വേണം ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നലത്തെ ഡിപ്പ് ലോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം 50,050 ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ലോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ തന്നെ ഞാൻ ഓഗസ്റ്റിൽ തന്നെ സ്റ്റോക്കിൻ്റെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. സോ സ്റ്റോക്കിൻ്റെ ഇൻഫോർമേഷൻസ് അനുസരിച്ചിട്ട് പോർട്ട്ഫോളിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ പോർട്ട്ഫോളിയോസ് പ്രോഫിറ്റ് വരുന്ന അനുസരിച്ചിട്ട് ബുക്ക് ചെയ്ത് മാറുന്നുണ്ടായിരുന്നു. സെയിം പോലെ തന്നെ 2-3 സ്റ്റോക്കുകൾ ലോസിലാണ് നിന്നിരുന്നത്. ആ ലോസിലുള്ള സ്റ്റോക്കുകളും പതുക്കെ പ്രോഫിറ്റിലേക്ക് വരും. കാരണം മാർക്കറ്റ് ബുള്ളിഷിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. കാരണം DASൻ്റെ പാർട്ടിസിപ്പേഷൻ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. സോ DASൻ്റെ പാർട്ടിസിപ്പേഷൻ ഉള്ളതിൻ്റെ പേരിൽ മാർക്കറ്റ് എന്തായാലും മുകളിലേക്ക് പോകും. അതോടൊപ്പം തന്നെ സ്റ്റോക്കും നോർമലി മുകളിലേക്ക് പോകും എന്നുള്ളത് തന്നെയായിരുന്നു. എന്നിരുന്നാൽ കൂടെ പ്രോഫിറ്റ് വരുന്ന സ്റ്റോക്കുകളൊക്കെ ഞാൻ ബുക്ക് ചെയ്ത് മാറുന്നുണ്ടായിരുന്നു. എഗെയിൻ ഇവിടെ നിന്ന് നമുക്കൊന്ന് നോക്കാം. ടെലിഗ്രാമിൽ ഞാനതും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റിലായിരുന്നു ഞാനത് ഇൻഫോം ചെയ്തുകൊണ്ടിരുന്നത്. ഓഗസ്റ്റ് ടെലിഗ്രാമിൽ ബാക്കിലേക്ക് വന്നിട്ട് നോക്കേണ്ടി വരും, ഏത് ദിവസമാണ് അത് ലാസ്റ്റ് ഇൻഫോം ചെയ്തേക്കണേ എന്നുള്ളത്. സോ നമ്മളൊന്ന് ബാക്കിലേക്ക് നോക്കി വരുമ്പോഴേക്കും ഓക്കെ. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റുഡൻസിന് ലൈവ് സപ്പോർട്ട്സും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അവർക്കും ഇതേപോലെ തന്നെ എല്ലാ ഇൻഫോർമേഷൻസും കറക്റ്റ് അപ് ടു ഡേറ്റ്, ടെലിഗ്രാമിലേക്കാട്ടും ലൈവായിട്ട് തന്നെ അപ്ഡേഷൻസ് ആയിരുന്നു അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ആരും ഇപ്പോൾ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് പോകരുത് എന്നുള്ള രീതിയിൽ തന്നെ.
കാരണം എന്ന് വെച്ചാൽ DIs ഓൾറെഡി ബൈയിങ് സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ മാർക്കറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻസ് ബാക്കി സ്റ്റോക്കുകളിലേക്കുള്ള പാർട്ടിസിപ്പേഷൻ അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. സോ ആ പെർഫെക്റ്റ് അല്ലാത്തതിൻ്റെ പേരിലാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എൻ്റെ ഗ്രൂപ്പുകളിൽ ഞാനത് ഇൻഫോം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളങ്ങനെ സ്റ്റോക്കുകൾ ഇപ്പോൾ പെട്ടെന്ന് കയറി ബൈ ചെയ്യല്ലേ, ഇൻഡെക്സ് പോകുന്നുണ്ട്, ഇൻഡെക്സിൽ മാത്രം ട്രേഡ് ചെയ്താൽ മതി, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ചെയ്യല്ലേ എന്നും പറഞ്ഞുകൊണ്ട്. സോ ലാസ്റ്റ് നമ്മളങ്ങനെ ഇൻഫോർമേഷൻ നമ്മൾ കൊടുത്തതിൻ്റെ പേരിൽ ആരും അധികം സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് August 24 നമ്മുടെ പോർട്ട്ഫോളിയോ കാര്യങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രോഫിറ്റ് ആയിട്ടുള്ള 2 സ്റ്റോക്കുകൾ ഓൾറെഡി തന്നെ ഞാൻ ബുക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ 2-3 സ്റ്റോക്കുകളും കൂടി ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ് പോർട്ട്ഫോളിയോയിൽ. അതായത് ഇത് August 24 എന്ന് പറയുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഈ ഒരു ടൈമിൽ മാർക്കറ്റ് ഈ ഒരു ടൈമിൽ നിൽക്കുന്ന സമയത്ത് ബുള്ളിഷ് മാർക്കറ്റിലാണ് നിൽക്കുന്നത്. ഈ ബുള്ളിഷ് മാർക്കറ്റിലായിരുന്നു നമ്മൾ സ്റ്റോക്ക് പോർട്ട്ഫോളിയോസ് നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് മാർക്കറ്റും അപ്സൈഡിലേക്ക് പോകും തോറും പോർട്ട്ഫോളിയോ കാര്യമായിട്ട് ഇൻക്രീസ് ആവുന്നുണ്ടായിരുന്നില്ല. അതായത് അത് പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് മാർക്കറ്റ് ഇത് സെൻസെക്സ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നിഫ്റ്റി ഈ ഒരു സൈഡിലേക്ക് എത്തിയപ്പോൾ പോലും ഈ ഒരു പോർഷൻ 26,000 എത്തിയപ്പോൾ പോലും, അതായത് ഞാൻ 24,000 സപ്പോർട്ട് എടുത്ത സമയം മുതൽ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് ഇൻഡെക്സ് 2,000 പോയിന്റ് അപ്സൈഡ് ആയപ്പോൾ പോലും പകുതിയോളം സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി. ബാക്കി ഉണ്ടായിരുന്ന പകുതി സ്റ്റോക്കുകളും എഗെയിൻ ന്യൂ ആയിട്ട് ആഡ് ചെയ്ത സ്റ്റോക്കുകളും കൂടി ചേർത്തുള്ള പോർട്ട്ഫോളിയോ ഇവിടെ എത്തിയപ്പോൾ പോലും എൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോ 1% ലോസിലായിരുന്നു. ആ 1% ലോസിൽ നിന്നപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നി തുടങ്ങി. കാരണം ഇൻഡെക്സ് മാത്രമേ അപ്സൈഡിലേക്ക് പോകുന്നുള്ളൂ, സ്റ്റോക്കുകളൊന്നും അപ്സൈഡിലേക്ക് പോകുന്നില്ല. അതിനുശേഷം ഈ ദിവസം മുതൽ FISൻ്റെ പാർട്ടിസിപ്പേഷൻ നെഗറ്റീവ് ആകാൻ തുടങ്ങി. അതായത് അവർ നല്ല രീതിയിൽ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പോലും എൻ്റെ പോർട്ട്ഫോളിയോ ജസ്റ്റ് 1% തന്നെയായിരുന്നു ലോസിൽ നിന്നിരുന്നത്. എഗെയിൻ ഞാനൊന്ന് വെയിറ്റ് ചെയ്തു. കാരണം ടോട്ടൽ 1% ഒരു പോർട്ട്ഫോളിയോ ലോസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള സിനാരിയോസ് ഒന്നല്ല. അതേസമയം വീണ്ടും എഗെയിൻ 2-3 ദിവസം കൂടി കഴിഞ്ഞ് ഈ ഒരു ദിവസം ആയപ്പോഴേക്കും, അതായത് ഒക്ടോബർ ഫസ്റ്റ് വീക്ക് ആയപ്പോഴേക്കും എൻ്റെ പോർട്ട്ഫോളിയോ 3% ലോസായി. 3% ലോസ് ആയപ്പോൾ മുതൽ എനിക്ക് സംശയം തോന്നി തുടങ്ങി. കാരണം ഇൻഡെക്സ് മാത്രമാണ് മുകളിലേക്ക് പോയേക്കുന്നത്, സ്റ്റോക്കുകളൊന്നും കാര്യമായിട്ട് മുകളിലേക്ക് പോയിട്ടില്ല. അതേപോലെ തന്നെ ഡാറ്റ നെഗറ്റീവ് ആകാൻ തുടങ്ങി. ഇവിടെ ഞാൻ ആ 3% ലോസ് ബുക്ക് ചെയ്ത് ഞാൻ മാറി. അതിനുശേഷം ഇനി ഒരു ഡിപ്പ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം മതി അടുത്ത സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ നിന്ന് ആ ഒരു 3% ലോസ് ബുക്ക് ചെയ്ത് മാറിയത്. ഇവിടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 3% ലോസാണ് ഞാനിവിടെ ബുക്ക് ചെയ്തത്. എന്നിരുന്നാലും എനിക്കത് പ്രോബ്ലം ഇല്ലാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൂലം ഞാൻ ഓൾറെഡി പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ പോർട്ട്ഫോളിയോയിൽ പ്രോഫിറ്റ് ആകുന്ന സ്റ്റോക്കുകൾ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നുണ്ട്. എഗെയിൻ ഞാൻ സ്റ്റോക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. സോ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഈ ഒരു സ്റ്റേജിൽ ഇവിടെ വന്നൊരു 3% ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 3% ലോസ് ബുക്ക് ചെയ്യുക എന്ന് പറയുന്നത് കാര്യമുള്ള സംഭവമല്ല. സോ അതുകൊണ്ട് ഞാൻ ആ ഒരു 3% ഇവിടെ ലോസ് ബുക്ക് ചെയ്തു. അതിനുശേഷം കൃത്യമായിട്ട് എല്ലാവർക്കും ഇൻഫോം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡാറ്റ നെഗറ്റീവായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇനി സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പെട്ടെന്ന് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിവസമാണ് ഒക്ടോബർ ലാസ്റ്റ് ആയപ്പോഴാണ് ഞാൻ ക്ലിയർ കട്ടായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എല്ലാവർക്കുമായിട്ട് ഇൻഫോം ചെയ്തത്. ആരും ഡിപ്പ് ഓൺ ബൈ എന്നുള്ള സ്ട്രാറ്റജിയിൽ മാർക്കറ്റ് ഫോൾ ആയിട്ടുണ്ട്, ഇനിയൊരു ഡിപ്പ് എടുക്കുന്നുണ്ട്, അവിടെ ആവറേജിങ്ങോ പുതിയ സ്റ്റോക്ക് ആഡിങ്ങോ ഒന്നും ചെയ്യരുത്, മാർക്കറ്റ് കറക്ഷൻ ഫേസിലേക്ക് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇൻഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്തൊന്നും മാർക്കറ്റ് ഈ ഒരു ഡിപ്പ് സ്റ്റേജ് എടുത്തിട്ട് പോലുമില്ല. ഈ ഡിപ്പ് എന്ന് പറഞ്ഞ് എടുക്കുന്ന ഒരു സ്റ്റേജ്, ഒരു സിനാരിയോസ് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അത് വരാതിരിക്കുന്ന സമയത്ത് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ചെയ്യരുത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ആ ഡിപ്പും ബ്രേക്ക് ചെയ്തിട്ടാണ്, അതായത് 24,000 എന്നുള്ള സപ്പോർട്ടും ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഇൻഫോർമേഷൻസ് എല്ലാം നേരത്തെ തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഫോളോ ചെയ്യുന്നവർക്ക് അത് ഫോളോ ചെയ്ത് അവരെ ലോസും കാര്യങ്ങളെല്ലാം അവർക്ക് കുറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ഒരു പഴയ സ്റ്റുഡൻറ്റ് ഈ ഒരു സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആ സ്റ്റുഡൻറ്റ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സാർ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, കാരണം എൻ്റെ പോർട്ട്ഫോളിയോ ഓൾറെഡി റെഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, കാരണം മാർക്കറ്റ് എവിടെയെങ്കിലും പോയിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ട് ചെയ്താൽ മതി. 24,000 നിങ്ങൾക്കൊരു സപ്പോർട്ട് ഫീലിംഗ് വരും, അവിടെ ആവറേജ് ചെയ്യാനോ ഒന്നിനും പോകരുതെന്ന് അവരോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സ്റ്റുഡൻറ്റ് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്തതിൻ്റെ പേരിൽ ഇവിടെ ആവറേജിങ് ഒന്നിനും ചെയ്തിട്ടില്ല. എഗെയിൻ പോർട്ട്ഫോളിയോ റെഡി തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, മാർക്കറ്റ് എഗെയിൻ റാലി വന്നോളും, റാലി വരുന്ന സമയത്ത് നമുക്ക് ആവറേജിങ് ചെയ്താൽ മതി, അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് എടുത്തിട്ട് മാറാനും പറ്റും.
സോ ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. അതിന് നല്ല ഗ്രൂപ്പുകളിൽ നമ്മൾ ജോയിൻ ചെയ്യുക, അവരുടെ ഇൻഫോർമേഷൻസ് കാര്യങ്ങളെല്ലാം എടുക്കുക. അതിനനുസരിച്ചിട്ട് നമ്മുടെ ഒരു പേഴ്സൺ അനലൈസിസും കൂടി നടത്തിയിട്ട് വേണം നമ്മൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനും ഓരോ ട്രേഡ്സ് നമ്മൾ ഇനിഷ്യേറ്റീവ് ചെയ്യാനും. സോ ഇതേപോലുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ക്ലോസ്ഡ് ഗ്രൂപ്പുകളിലായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പുകളിലും ഇൻഫോം ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ മാർക്കറ്റ് ക്രാഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ക്രാഷ് അല്ല, കറക്ഷൻ ഫേസിലേക്ക് എത്തിയിട്ടുള്ളൂ. സോ കറക്ഷൻ നല്ല രീതിയിൽ